ഗായ്സ്, സോ വെൽക്കം ടു അനദർ വ്ളോഗ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ ഹൈക്ക് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. സോ ഇവിടെ അടുത്തുള്ള ഞങ്ങൾക്കൊരു എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നൂടാ വീട്ടിൽ നിന്ന്? ഒരു 20 കിലോമീറ്റർ. ഓക്കെ, 20 കിലോമീറ്റർ മാറിയിട്ടൊരു ഹൈക്കാണ്. ഇതിന്റെ പേരാണ് ഹിഡൻ വാലി ഹൈക്ക്. സോ പേര് പോലെ തന്നെ ഭയങ്കര ഹിഡൻ ആണ്. അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ഹൈക്ക് കയറുന്നതായിരുന്നു ആയിരിക്കും നമ്മുടെ വീഡിയോ. ഞാനിപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് ഇൻട്രൊഡക്ഷൻ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. സോ നമ്മൾ ഹൈക്കൊക്കെ കയറി ഇപ്പം ഇറങ്ങി വന്നു. പക്ഷെ നിങ്ങൾ ഈ ഹൈക്ക് എന്തായാലും കാണണം. നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ആണ് ടോപ്പിൽ. സോ ഇന്നത്തെ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ വെൽക്കം ടു അനദർ വ്ളോഗ്സ്, അനദർ വീഡിയോ. ഹൈവേയുടെ സൈഡിൽ തന്നെ കേട്ടോ. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ പിടിച്ച് കയറി നമ്മളെവിടെ എത്തും? അവിടെ എവിടെയാണ് എത്താ. This is how our hike starts. ഞാൻ നിങ്ങൾക്ക് ഇടവിട്ടിട്ട് ഓരോ ക്ലിപ്സ് കാണിക്കാം കേട്ടോ. ധ്യാന കുന്ന് കയറട്ടെ. കുന്ന് കയറാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാലും നമുക്ക് എന്തായാലും കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. കാണിച്ചു തരാം. എടാ ഇത് ചരലാട്ടോ. ഓ ഫക്ക്. ഇച്ചിരി ഈ കല്ല് ഇങ്ങനത്തെ കാരണം ഉരുണ്ട് പരണ്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് സൂക്ഷിച്ച് ഒരു സൈഡ് പിടിച്ച് പോവാം. കാലത്തായ കാരണം ഇച്ചിരി തണുപ്പുണ്ട്. ഇച്ചിരി അല്ല, നല്ല രീതിയിൽ തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും തൊപ്പിയും ജാക്കറ്റൊക്കെ ഇട്ടു. ഇനി പയ്യെ. അയ്യോ, ഇപ്പൊ തന്നെ തന്നെയാനെ പേടിച്ചു പോയി. ഹായ്, പിന്നെ വെള്ളമുണ്ട്. സോ ടയർഡ്. നമുക്ക് നടക്കാം. നിങ്ങൾ പറയായിരുന്നു വിന്റർ ആകുമ്പോൾ നമ്മുടെ കരടിയൊക്കെ ഹൈബർനേഷന് പോവല്ലോ. അപ്പൊ ഹൈബർനേഷനിലായിരിക്കും ഇപ്പൊ സമ്മറായി, പുറത്തിറങ്ങേണ്ട സമയമായി. നമ്മൾ ഈ മല കയറി ഇറങ്ങുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കരടി ഹൈബർനേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങണം. അപ്പൊ പുള്ളിക്കാരെ വിചാരിക്കണ്ട, ഓ ഇതെന്താ ഫുഡ് ഇപ്രാവശ്യം നേരിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ എന്ന്. അമ്മേ, ഇവിടെ കരടിയില്ലാതെ ഞങ്ങൾ നിൽക്കുന്നത് പിടിക്കാനൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അമ്മേ, ഇത് ഇപ്പം ഇടപെടും വീഴനെ. ഈ പറയ നടന്നു കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നടന്ന് ഒരുവിധം കുറച്ച് മേലെത്തിയുണ്ട്. എങ്ങി കാണുന്ന ഏണി കയറണം. അമ്മേ, എന്തിനാ? ഓ ഏണിയും കൊണ്ടുവരണോ? ഞാന് സ്ഥിരം ഹൈക്കുന്ന ആൾക്കാരായിരിക്കും ഏണിയും കൊണ്ടുവരണേ. ആദ്യം തണുപ്പുണ്ടായിരുന്നു. നടന്ന് വേർത്ത് കുളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ജാക്കറ്റ് ഊരി. നിങ്ങൾ ആ വഴി കാണണ്ട, അതിവിടെ ആ കാണുന്ന വഴിയിൽ നിന്ന് ഞങ്ങൾ കുന്ന് കയറി ഇവിടെ എത്തി. മര്യാദയ്ക്ക് അതിക്കോടെ പോയൊരു വഴിയുണ്ട്. അതാണ് ഈ വളഞ്ഞ് കുന്നിൻ്റെ മേലെ കയറണം. എളുപ്പത്തിനായിട്ട് താഴ്ന്ന് ഞങ്ങൾ കയറിയതാണ്. എത്താറായി. അയ്യോ, കാണിച്ചിരാം. ഇത്രയും കൂടെ ഉള്ളൂ. അമ്മേ, ലെറ്റ്സ് ഗോ. 250 മീറ്ററും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. വാവ്, എന്താ അടിപൊളി വ്യൂ. കാണിച്ചു കേട്ടോ. ഇതൊരു വ്യൂ. തീമാലയുടെ വ്യൂ നോക്കിയേ. എന്താ അടിപൊളിയാ. അവിടെ നിക്കണോ? എന്തേ കൊട വരെയായിരിക്കും. Oh my god! Echo! Wow! അമ്മോ, നമ്മൾ ഏകദേശം ടോപ്പ് എത്തി. ആൻഡ് ഇവിടെ കല്ല് കൂട്ടി വെച്ചേക്കണ കണ്ടോ. ആൻഡ് അവിടെയാണ് നമ്മുടെ വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടം വരത്തണം. ലെറ്റ്സ് ഗോ. നല്ല തനറ്റ് കാശ് വീശുണ്ട്. ഓ മൈ ഗോഡ്, എന്താ അടിപൊളിയാന്നറിയോ വ്യൂ. കാണിച്ചരാം, വെയിറ്റ് ചെയ്യ് ഗൈസ്. സീനാണ്. ആ കൂടെയുള്ള സന്തോഷം എന്താ അറിയോ,
ഹൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ പോയിന്റിൽ എത്തുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമുക്കൊരു സന്തോഷമല്ലേ. ഹൈക്ക് ചെയ്യുന്ന അത്ര എളുപ്പമില്ല, ഇത്രയും സ്റ്റാമിന കൂടും. വ്യൂ കാണിച്ചു തരാം. മോളിൽ പോയി ഇത്രയും നന്നായി കാണാം. ഇതാണ് റിവർ, മൗണ്ടെയിൻസ്. ഒരു ഹായ് കൊടുക്കുന്നുണ്ടോ? ഈ മൗണ്ടെയിൻ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, നല്ല പാറപ്പാറക്കല്ലുകൾ. Oh my god, let's go. അടിപൊളി വ്യൂവാ. വരണോ? ഹായ്. അമ്മേ, അമ്പോ. ഹായ്, നമ്മള് വന്ന ഹൈവേ ആണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിൽ കൂടെയാണ് നമ്മൾ വന്നത്. നമ്മുടെ കാറ് കാണാല്ലേ? ഫൈനലി നമ്മളിത് എത്തി മലയുടെ മേലെ. ഓഫ്, എന്ത് രസാലെ കാണാൻ. ഓ മൈ ഗോഡ്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. അവിടെ കുറച്ച് കല്ല് കൂട്ടിയിട്ടുണ്ട് അവര്, അടയാളത്തിന് വന്നോണേ. ഇവിടെ ഫിനിഷിംഗ് പോയിന്റിലെത്തി ഏതോ ഒരാളുടെ തലയില് മാസ്ക് തോന്നുന്നുണ്ട്. സർജനാണോ? ഇതിന്റെ ഉള്ളിൽ എന്നിട്ടാ നോക്കണം ഗുണോ. എഴുതിനും പാനില്ലടാ. ഇതെങ്ങനെ തുറക്കാ? ഇതെങ്ങനെ തുറക്കാ? ഭാഗ്യത്തിന് ഇവിടെ റേഞ്ച് കേട്ടോ. അതാണ് അവൻ അവിടെ വീട്ടിലേക്ക് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ അമ്മേനെ വിളിച്ചപ്പോ കാണിച്ചു കൊടുത്തോളൂ. പാന തപ്പിയില്ലേ, അവര് ഓൾറെഡി ബോക്സിൽ ഫുള്ള് പാനിയും ഇതൊക്കെ ഇട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിടാം. കോസ്കോ മെമ്പർഷിപ്പ്. ഓ മൈ ഗോഡ്, മെമ്പർഷിപ്പ് വരെ. അയ്യോ, ഇത് ആരുടെയാണാവോ? പുള്ളി വന്നത് കാണിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഓ ഷിറ്റ്, നമുക്ക് പാസ്പോർട്ട് ലീവ് ചെയ്ത് പോകും. ആരുടെയും പേപ്പറിൽ എഴുതിയ പോലെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മെമ്മറി വെക്കണേ. നമ്മുടെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിടാ. നിക്കട്ടെ. നമ്മുടെ എന്റെ പണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ ടൊറന്റോന്ന് മോൺട്രിയാലിൽ നിന്ന് കാൽഗറി വന്ന ടിക്കറ്റ്. ഞാൻ ഇതിന്റെ ഉള്ളിൽ പേര് എഴുതാ. എന്റെ പേര് ഓൾറെഡി ഉണ്ട് ഇവിടെ. ജാക്കറ്റ് പറന്നു പോണു. അപ്പൊ ഞാൻ ഇതുമ്മ ഞങ്ങൾ രണ്ടുപേരും ബാക്കിൽ എന്തെങ്കിലും എഴുതിയിട്ട് ബോക്സിൽ ഇടാൻ പോവാണ്. ഇതാണ് ആ ബോക്സ്. കുറെ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുമ്പോ ഈ ബോക്സ് ഇവിടെ ഉണ്ടായോ നമുക്ക് തപ്പാം ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടോ. അത് നല്ല രസമായിരിക്കും. സോ നമുക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ എഴുതിയിടാം. മൈക്ക് ആൻഡ് ജെൻ 2025 സെപ്റ്റംബർ. കഴിഞ്ഞ കൊല്ലല്ലേ? അല്ല, താങ്ക്സ് ഫോർ മേക്കിംഗ് മീ കം അപ്പ് ഫോർ beautiful the top. Thanks to Cyril, Francis and all those before. Oh, okay. Hi. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിടായിരുന്നു. So yeah, let's write it down. ഫുൾ നെയിം എഴുതണോ? അക്കു ആൻഡ് ഗിഫ്റ്റി. പാനയ്ക്ക് തെളിച്ചില്ല. വസിയെന്നാണോ? ഇതേതാ ഡേറ്റ്? മെയ് 3 അല്ല മെയ് 4. മെയ് 04/2026. UDF 14. Here you go. UDF 14. UDF 102 സീറ്റ്. LDF എത്ര സീറ്റാണ്? 34. 35. NDA 1 സീറ്റ്. കേരള റിസൾട്ട്. കേരള ഇലക്ഷൻ റിസൾട്ട് 2026. അതൊന്നും അറിയില്ലോ. ഞാനതും കൂടി ഇടാം സ്റ്റോറി. ഗൈസ്, നമ്മൾ എഴുതിയത് കണ്ടോ? അക്കു ആൻഡ് ഗിഫ്റ്റി വാസ് ഹിയർ മെയ് 4 മെയ് 4 നമ്മുടെ റിസൾട്ട് ഇറങ്ങിയ ദിവസം. UDF 102, LDF 35, NDA 3. യെസ്. ഓക്കെ,
എങ്ങനെ പിടിക്കാം? മൊത്തം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ ഇത് നന്നായി മടക്കിക്കോ. അങ്ങനെ അല്ല, മടക്കിക്കോ. അയ്യല്ല, മടക്കണം. കുഞ്ഞിതാക്കി മടക്കിക്കോ. എന്നിട്ട് താഴെ എവിടെയെങ്കിലും വെച്ചോ, അല്ലെങ്കിൽ പോവും. പറന്നു മുകളിൽ വെച്ച് പറന്നു പോയാൽ ആരെങ്കിലും തുറക്കുമ്പോ അവിടെ പറന്നു പാടിരിക്കട്ടെ. ഒളിപ്പിച്ച് വെച്ചോ. ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടച്ചോ, എന്റെ കൈ വേദന എടുക്കണം. ഡൺ ആൻഡ് ഡസ്റ്റഡ്. നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മള് കൈയൊക്കെ അതേ മരവിച്ച് തുടങ്ങി. ഞാൻ ഒന്ന് ജാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് പയ്യെ ഇറങ്ങാം. അയ്യോ, പാനും കൂടി പിടിക്കണം, അല്ലെങ്കിൽ അടുത്ത ആൾക്കാർക്ക് സങ്കടം. അപ്പൊ നമുക്ക് ഇനി പയ്യെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് കാണാം. നമ്മള് കുറച്ച് കാപ്പി ഫ്ലാസ്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കാപ്പി കുടിക്കാം. നല്ല തണുത്തിരിക്കുമ്പോ നല്ല തിളച്ച കാപ്പി ഊതി ഊതി കുടിക്കാൻ എന്ത് സുഖം. ഗുപ്തനതായിരുന്നു ഇഷ്ടം. ഗുപ്തനതായിരുന്നു ഇഷ്ടം. എനിക്കും അതാ ഇഷ്ടം. ഇപ്പൊ നീയും കൂടി കുറച്ച് ബൂസ്റ്റ് ചെയ്യും. ഉള്ളൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ എത്തിയിട്ട് വിയർക്കാം. സൂര്യൻ വരുമ്പോ വെയില് മീൻസ് തണുപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതേ മേലെന്ന് ഇറങ്ങി വരാണ്. ഇനി നമുക്ക് പയ്യെ ഇറങ്ങി പോവാം. ഇപ്പൊ ഇന്നത്തെ ഹൈക്ക് നമ്മൾ ഏകദേശം പകുതി എത്തി. ഇനി നമുക്ക് ഇറങ്ങാനും കൂടി ഉണ്ടല്ലോ. ഇനി എനിക്ക് സന്തോഷമാണ്, കാരണം ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂഷ്വലി ഇറങ്ങാൻ ഇച്ചിരി പാടാണ്, കാലിന് സ്ട്രെസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് താഴെ എത്തും. പക്ഷെ കേറാൻ ഇച്ചിരി അധികം കഷ്ടപ്പാടാ. പണ്ടാര അണ്ണാനായിരുന്നു. നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കണ്ടോ കൊറേ ആയിട്ട്. നിങ്ങൾ ഞങ്ങളെ കൊറേ പേടിപ്പിക്കണ്ട കേട്ടോ. നല്ലൊരു അണ്ണാൻ കുഞ്ഞല്ല, അണ്ണാൻ രണ്ടുപേര്. ആഹാ, അമ്മേ തിപ്പനിടിഞ്ഞു പൊളിഞ്ഞു വീണന്. ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത വ്യൂ. ഈ മല നല്ല രസമുണ്ട് കാണാൻ. ആ കുനിപ്പായിട്ട് നിൽക്കണ എനിക്ക് ഇഷ്ടമായില്ല, പക്ഷെ എന്നാലും ആ കുനിപ്പിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മളിങ്ങി പയ്യെ ഇറങ്ങണം. എൻ്റെ പൊന്നു സൂക്ഷിച്ചിറങ്ങട്ടെ. ഓ, ഇത് മണലാണല്ലോ. ഓക്കെ, ഒരു ഓളത്തിൽ പോയി കഴിഞ്ഞാൽ താഴത്തും. പക്ഷെ ഇവിടെ ഓളത്തിന് പോകാൻ പറ്റില്ല കേട്ടോ. കൂടെ സൂക്ഷിക്കണേ. 10:15 11 മണി ആകുമ്പോഴേക്കും എത്തും. 11:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. മഞ്ചാടിക്കുരു അത് ഞാനും കണ്ടു കേട്ടോ. ഈ ചുവപ്പ് കളറിലൊരു സാധനം കണ്ടോ? അതാണ് നമ്മുടെ എനിക്ക് വേണം ബഫല്ലോ ബെറീസ്. ആ ബഫല്ലോ ബെറീസ് എന്നാണ് അത് പറയണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ ബെറി നമ്മുടെ കരടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരടി ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടന്നു പോകും. അവർക്കത് അറിയില്ല എന്ന് പറയണത്, കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അറിയാത്തല്ല, കാരണം അവർക്ക് ഏകദേശം ഒരു 10,000 കാലറീസ് സംതിങ് ഒരു ദിവസം ഈറ്റ് ചെയ്യണം. അതാവുമ്പോ വേറെ ഫുഡൊന്നും ഇല്ലെങ്കിൽ ഈ കുഞ്ഞു ബെറീസ് അവരെന്നും ഇങ്ങനെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കും. കണ്ടോ? ഇവിടെ കുറെ ബെറീസ് ഉണ്ട്. അതിന്റെ അർത്ഥം കരടി പിടിക്ക് വന്നിട്ടില്ലെന്നാണോ? വരാൻ ചാൻസ് കൊള്ളില്ല. അതിനർത്ഥം ബെറീസ്. ഹലോ, കരടി. ഈ ചെടി കാണുമ്പോ നല്ല ഭംഗിയില്ലേ? ഇവിടുന്ന് ബെല്ലും ബ്രേക്കും കിട്ടുന്നു. വന്ന് വീണതാ. ഒന്ന് പറക്കൂ. തൊട്ട് സാറ്റിസ്ഫൈങ്. പയ്യെ പറിച്ചാൽ മതി. ഒരു സ്ഥലത്ത് പൊട്ടിണ്ടെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഹൈക്കിൽ പോയി മുള്ളന്റെ കാലം ഞാൻ എടുക്കാൻ മറന്നു. കഴിഞ്ഞ ഹൈക്ക് കാടും മലയൊക്കെയായിരുന്നു. മൊത്തം എല്ലാവിധ ചില്ലകളും എല്ലാം നിറഞ്ഞ ഒരു കാട് പിടിച്ച സ്ഥലമായ കാരണം കയ്യും കാലൊക്കെ ഒരഞ്ഞു പൊട്ടി. കുറെ മുള്ളും കയറി. പക്ഷെ ഇത്തിരികൂടിയും നല്ലതാട്ടോ. ഐ മീൻ ബെല്ലും ബ്രേക്കും തെറ്റി വീണില്ലെങ്കിൽ നല്ല തെളിഞ്ഞ വഴിയാണ്. നമ്മളെ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഹാഫ് വേ ആവാറായി. ഏണി ആക്ച്വലി ഹാഫ് അല്ലായിരുന്നു.
നമ്മൾ ഇവിടെയാണ് ഹാഫ്. അവിടെയും അവിടെയും വ്യൂ പോയിന്റ് ഉണ്ട് തോന്നുന്നുണ്ട്. വെറുതെ അവര് അങ്ങോട്ട് വഴിയിട്ടേക്കണം. കണ്ടോ എവിടെ എന്നിട്ടാ വ്യൂ ഇല്ല. എന്നാ വാ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും വന്നപ്പോ എല്ലാ വ്യൂവും കണ്ടിട്ടൊന്ന് പോവാന്ന്. അന്ന് ബീ ഹൈവിലേക്ക് ഇത്തിരി പ്രിപ്പയർഡ് ആവണം മോനെ. ടീ ഹൗസിനേക്കാൾ ഇത്തിരി എലിവേറ്റഡ് ആണ് ബീ ഹൈവ്. അവിടേക്ക് അത്രയും നടന്നു തന്നെ അത്രയുണ്ട്. പിന്നെ എന്റെ ലൈഫിൽ ആദ്യത്തെ ഹൈക്കായിരുന്നു ബീ ഹൈവ്. ദൈവമേ ഓർമ്മിപ്പിക്കല്ലേ. ഹായ് പാറ. അവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താഴെത്തും. ഇല്ല സ്റ്റിൽ ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റൂട്ടാ. ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എത്താറേ നമ്മുടെ ഹൈവേ കാണുന്നു. എവിടെ? അത് ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ തന്നെയാണ്. ഇതിൽ കൂടെ ഇറങ്ങിയാലോ? ഞാൻ അതിൽ കൂടെ ഇറങ്ങിയാലോ? ചീത്ത പറഞ്ഞു. പക്ഷെ അധികം അല്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഇതിലൂടെ അഡ്വഞ്ചേഴ്സ് ഇഷ്ടമാണ്. ഇവനത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ മൂക്കുത്തി വീഴത്തൊക്കെ ഭയങ്കര കാര്യ. അവനതിൽ കൂടെ വരാം. കൂടെ പോവാം. നമ്മളാദ്യത്തെ ഞാൻ ഒരു വട്ടം കൂടി ഇറങ്ങി. ഇതിനതും റെക്കോർഡ് ചെയ്തില്ല. കേറിയതും റെക്കോർഡ് ചെയ്തില്ല. ഇതിനപ്പൊ ഒന്നും കൂടി കേറി വന്നു. നിങ്ങൾക്കൊന്നുകൂടി ഇറങ്ങി കാണിച്ചു. ഒരു നാറാണത്ത് പ്രാന്തനം കഴിഞ്ഞാട്ടോ. കേറ് ഒരുക്കിടാം. ഓ ഇത് കയറാൻ എന്നെ വയ്യാണ്ടായിട്ടോ. കേറി ഇറങ്ങി. ഇത് റെക്കോർഡിംഗ് അല്ലേ? ഇപ്രാവശ്യത്തില് എറിഞ്ഞ കിട്ടൂലേ? നീ ഫോൺ എനിക്ക് പയ്യ എറിഞ്ഞോ? വീഴാണ്ട് എറിഞ്ഞേ. പിടിക്കാം. ഓ നൈസ് ലാൻഡിങ്. ഓക്കെ ഇങ്ങനെ ഇറങ്ങിക്കോ. Always when you are ഇറങ്ങൽ please 3 point contact. സീലിൽ വർക്ക് ചെയ്യണതിന്റെ 3 point കോണ്ടാക്ടോ? 3 point contact എന്നുവെച്ചാ അതായത് ഇതിപ്പോ 3 point contact ആണ്. ഓ മനസ്സിലായി. ഇപ്പൊ 4 contact not 2 point. ഞാൻ ഉദ്ദേശിച്ചപ്പോ കോണ്ടാക്ട്. Always 3 point. നിങ്ങള് മനസ്സിലായി. അപ്പൊ നിങ്ങളങ്ങനെ ഇറങ്ങാറില്ലേ? അങ്ങനെ ഇറങ്ങാത്തതിനാണ് ഒരു പ്രാവശ്യം എന്നെ മിക്സ് പിടിച്ചത്. ഓക്കെ ഇങ്ങോട്ട് മതി നിന്നോ. നമ്മള് ഒറ്റയ്ക്ക് ഒന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കയറിയത്. ഇപ്പൊ വരുന്ന വഴിക്ക് 2 അമ്മമാര് പിള്ളേരെ മറ്റേ ട്രോളി പോലില്ലേ പിള്ളേരെ കൊണ്ടുപോണ പാക്കേജ്, അത് ഇവിടെ വെച്ചിട്ട് പോകുന്നു. കാണിച്ചു ബാക്കിന്നല്ലേ ഫ്രണ്ട് മുഖം കാണിക്കാണ്ടിരുന്ന പോലെ. ഓ നൈസ്. കൊണ്ടുകൂടെ വരോ? ഈ വീഡിയോ നല്ല രസമുണ്ട് കാണാൻ. സോക്സ് ഇട്ടുണ്ട്. കാലിന്റെ അടിയിൽ ഇങ്ങനെ
നല്ല രസമുണ്ട്. ഈ ആടുകൾ അമ്മേ കുത്തി കൊല്ലാണ്ടിരുന്നാ മതി. നോക്കണ ഓരോരുത്തര് അവര് വന്ന് നമ്മളെ ഓടിപ്പിക്കണേക്കാളും മുന്നേ നമുക്ക് വേഗം പോവാം. അവിടെയുണ്ട് എന്തോരം ആടുകളെന്നൊക്കെ. ഇവരിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി ആ റോട്ടിൽ വന്ന് നിൽക്കും. പിടിച്ചിറങ്ങാം, എവിടെയെങ്കിലും പിടിച്ചിറങ്ങ. ഞാൻ പറയാ ഒറ്റ ഓട്ടത്തിൽ താഴെത്തണം. തുടങ്ങിയാ റിസ്ക് എടുക്കാൻ പറ്റാത്ത കാരണം ഓടി ഇറങ്ങാൻ വിചാരിച്ചു. ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ ഹൈക്ക് കംപ്ലീറ്റ് ചെയ്ത് താഴെത്തി. കഷ്ടപ്പെട്ടാണ് താഴത്തെത്തിയത്, കാരണം ഉരുണ്ട് വീഴാൻ പോയി. പക്ഷെ ഞാനൊരു ഒറ്റ ഓട്ടത്തിൽ അങ്ങോട്ട് താഴെത്തി. അയ്യോ കരടി, ഗൈസ് കരടിനെ കിട്ടി. ഒന്ന് പോസ് ചെയ്ത് പൊക്ക അവർ റോഡ് ക്രോസ് ചെയ്യാൻ വന്നാ. ഓക്കെ പൊക്കോ. നമ്മൾ തിരിച്ച് നമ്മുടെ ഹിന്റലിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കാൻ പോവാം. കണ്ടിട്ട് ടയേർഡായി പോലെ ഇരിക്കണ്ടല്ലേ, പക്ഷെ സാരല്ല. ടയേർഡായതുകൊണ്ട് ശരിക്കും വിശക്കുണ്ട്. അത്ര വിശപ്പില്ല, എനിക്ക് അത്ര വിശപ്പില്ല കേട്ടോ. നിനക്ക് നന്നായി വിശക്കുണ്ടോ? എനിക്കൊരു കാപ്പി കുടിച്ചാ ഓക്കെയോ, പക്ഷെ എന്തെങ്കിലും കഴിക്കാം. അങ്ങനെയാണല്ലോ, പുറത്ത് പോകുമ്പോ നമ്മൾ എന്തെങ്കിലും കഴിക്കണല്ലോ. സോയാ നമ്മളിങ്ങനെ ടിമ്മി പോകുന്നു, ടിമ്മി പോയിട്ട് എന്തെങ്കിലും കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കല്യാണി ഉറങ്ങായിരിക്കുന്നു വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പുള്ളിക്കാരത്തേക്ക് നമ്മൾ വീട്ടിലില്ലെങ്കിൽ ചില സമയത്ത് ആങ്സൈറ്റി കൂടും, ചില സമയത്തില്ല. മിക്ക സമയം ഡീസെന്റ് ആണ്, പക്ഷെ ചില സമയത്ത് നശിപ്പിക്കുന്ന സാധനങ്ങൾ, കയ്യില് ഒതുങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും. പറ്റിയാ നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ സ്വന്തം ടിമ്മിലെത്തി ഗൈസ്. അവിടെ ഇട്ടോ, അയ്യോ അത് ഹാൻഡിക്യാപ്പ് വർക്കിംഗ് ആണ്. അവിടെ ഇട്ടോ, ദാറ്റ് ഈസ് ഗുഡ് സെറ്റ്. അടുത്ത നോക്കാൻ വന്നത് നമ്മള് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങി വയ്യാണ്ടായി. ഇനി നമുക്ക് ചെന്നിട്ട് നമ്മള് റീൽസിനുള്ള വീഡിയോ എടുക്കണം. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. പിസ്സ, ഹവായിയൻ പിസ്സ അല്ല, ചുമ്മാ ഒരു ബാർബിക്യൂ പിസ്സ, പൈനാപ്പിൾ ഒക്കെ ഇടും പിസ്സയില്. പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കണം, നല്ല തേങ്ങാപ്പാലും ഒഴിച്ച് ഒരു നാടൻ കോഴിക്കറി പോലെ. നാടൻ കോഴിയല്ല, എന്നാലും നല്ല മൂത്ത കോഴിയാണ്. അത് വെച്ച് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കണം. അതേ ചോറുണ്ടണം. അതോടുകൂടെ തീർന്നു, ഇന്നത്തെ പരിപാടി തീർന്നു. സോ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കല്യാണിയോടും കണ്ടിട്ട് നമുക്ക് വെക്കാട്ടോ. ഗൈസ് നമ്മൾ വീടെത്തിട്ടോ. നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന 2 മരം മുറിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ ചെടികളൊക്കെ നടണം, ഇവിടെ പുല്ല് വിതയ്ക്കണം, ഇങ്ങനെ ഒരുപാട് പണിയുണ്ട്. എൻ്റെ നമ്മുടെ കല്ലുമ്മ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? അയ്യോ കാണാനില്ല. വാ കല്ലു വാ, ഇപ്പൊ വരും. കല്ലോ ഇന്നെന്തേലും നശിപ്പിച്ചോ? ഇല്ല, സോക്സ് എറിഞ്ഞെടുത്തോ? വാ സ്നേഹിക്കാം. പൊന്നിനെ സ്നേഹിക്കാലോ. എന്റെ ഉണ്ടാ വാ. ഞങ്ങൾ ഹൈക്കിന് പോയതല്ലേ, ഹൈക്കിന്. കൊല്ലല്ലേ. എന്റെ കൈ കൊടുക്കാണ്ടാണ്. കയ്യുന്നോ ചേട്ടനോ? ചേട്ടനെവിടെ? ചേട്ടനെവിടെ?
അമ്മേ. അപ്പൊ ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ വ്ളോഗ് നമ്മൾ ഇവിടെ നിർത്താൻ പോവാണ്. കല്യാണി എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേ. കല്യാണം TV കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുന്നു. ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ കൊടുത്ത കല്ലോ. ബൈ ബൈ.